അതെ കുക്കുടു നേരത്തെ നിനക്കാണോ ഞാൻ കാണുന്ന എടി വലിക്കണത് ഈ നീലമുടി ഞാൻ എവിടെയോ ഈ മാസ്കും വലിക്കണതാ. ആ നിന്റെ ഹലോ കയ്യിൽ അങ്ങനെ കാർലോ വെച്ചിട്ട് അതെ 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 കാർലോ ഒന്ന് വന്നേ കാർലോ ആഹാ കാർലോ ഈ കുട്ടിയെ പരിചയമുണ്ടോ? ഓ അതാരാണ്? ഇതാണ് കുക്കുടു. എന്നെ അന്വേഷിച്ചോ തക്കുടു, എന്നെ അന്വേഷിച്ചോ കുക്കുടു. ഇതാണോ തക്കുടു? തക്കുടു ഞാനിങ്ങ് വന്ന ഒരു കാര്യം പറയട്ടെ. ആഹാ തക്കുടു ഞാൻ ഉറപ്പ് തരാം തക്കുടുവിന് ഇതൊരു ഹണി ട്രാപ്പാണ്. ആ അല്ല നിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ എന്തോ തട്ടിക്കൊണ്ട് പോയിട്ട് എന്തോ ഇതുണ്ടാക്കിയിട്ട് അവിടുന്ന് എങ്ങനെ എസ്കേപ്പ് ആയത്. എന്നെയാണ് തട്ടിക്കൊണ്ട് പോയത്. അല്ല വാസുവിനല്ല, വേറെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ട് വാസു വന്നു, അതിനിടയിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു, എന്താ കൂടി പോയാ കുക്കുടുവിന്റെ തക്കുടുവിന്റെ കുക്കുടുവാണ് എന്നെ തട്ടിക്കൊണ്ട് പോയത്. ആണോ? കുക്കുടനോട് ചോദിച്ചോക്കാം തട്ടിക്കൊണ്ട് പോയത്. ഡ്രസ് മാറാതെ നടക്കണ കളി. ഹലോ ഹലോ ഹലോ. എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല. ഓർമ്മ കാണില്ല. മനസ്സിലായി. ഇതാരാ? ആ ഇതാരാ? അതെന്റെ ബോയ് ഫ്രണ്ട്. ഇതാരാ? ഞാനാരും അല്ലേ, നമ്മളാരും അല്ലേ, ഒന്നും ഓർമ്മയില്ലല്ലേ? ഇല്ല. എന്നെ ഒരു വട്ടം അവിടെ നിന്ന് ബീച്ചിൽ ഇടിച്ചത് ഓർമ്മയുണ്ട്. ബീച്ചിൽ ഇടിച്ചതാ? ആ വണ്ടി വെച്ച് ഇടിച്ചിട്ടത്. ഇന്നലെ എന്തേലും ഉണ്ടായോ കുക്കുടു? ആരെ തട്ടിക്കൊണ്ടുപോയി അടി ട്രാപ്പോ? ഇല്ല, എന്നെ തട്ടിക്കൊണ്ടുപോയായിരുന്നു. എന്നിട്ടോ? ഈശ്വര, കള്ളം പറയുന്ന എല്ലാവരുടെയും നാക്ക് വീഴ്ത്തു പോണേ. ഇന്നലത്തെ കഥ എന്ന് പറഞ്ഞ കുക്കുടു, ഇന്നലെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായി. അതെന്താന്നറിയോ? അത് ഞാൻ സത്യം പറയട്ടെ. സത്യം പറഞ്ഞ വേറെ ആരോടും പറയരുത്. ഇല്ലില്ല, ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല. സത്യം പറ. നമ്മള് 3 പേരിൽ ഇത് ഇവിടെ ഒതുക്കണം. പിന്നെ അങ്ങനല്ലേ? നമ്മള് 3 പേരിൽ ഒതുക്കണേ. പിന്നെ പറഞ്ഞോ. ഇന്നലെ ഉണ്ടല്ലോ, മൊഴിയോ? അരമണിക്കൂറായി ഇന്നലെ നിക്കണോ നമ്മള്. കള്ള അപ്പാപ്പ വന്നിട്ട് എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയായിരുന്നു. എന്നിട്ട് പറഞ്ഞു വാസുവിനെ വിളിച്ചിട്ട് ഇതേപോലെ വിളിച്ചിട്ട് വാസുവിന്റെ പെണ്ണാന്ന് പറഞ്ഞിട്ട് നമുക്ക് കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവാം, എന്നിട്ട് 2 കോടി മേടിക്കാന്ന് പറഞ്ഞു. അവരാദ്യം എന്നെ കിഡ്നാപ്പ് ചെയ്തേ. ഈ സെർവറിലെ മൊത്തം കാശും സ്പോൺ ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യൻ 2 കോടിക്ക് വേണ്ടി, സത്യം 2 കോടിക്ക് വേണ്ടി എന്റെ പറ കേട്ടിരിക്കാൻ പറ്റില്ല എനിക്ക്. ബാക്കി പറ. ആദ്യം ജോണിമാമനെയാണ് വിളിച്ചത്. എന്നിട്ട് ജോണിമാമൻ ക്യാഷ് റെഡിയാക്കിക്കൊണ്ട് വരുന്ന വഴിക്കാണ് വാസുവിനെ കൂടി എന്നാ പിന്നെ നോക്കാന്ന് വിചാരിച്ചിട്ട് വാസുവിനെ തട്ടിക്കൊണ്ട് വന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതാ. ആക്ച്വലി ഞാനും അപ്പാപ്പന്റെ കിഡ്നാപ്പ് ചെയ്ത ഞാൻ ഹോസ്റ്റേജ് ആയിരുന്നു. നിർബന്ധത്തിൽ അല്ല, ഹോസ്റ്റേജിന് ചെയ്യേണ്ട വന്ന ഇതായി പോയല്ലേ. ഞാൻ ശരിക്കും വിചാരിച്ചതെന്ന് പറഞ്ഞ എന്നെ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് വന്നതായിരിക്കും. അയ്യോ, എന്നെ കണ്ണാപ്പിന്ന് കണ്ടപ്പോഴും പറഞ്ഞു ഇതേപോലെ ഹണി ട്രാപ്പാട് സൂക്ഷിച്ചോ. അവന് ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല. ടിവിയായിട്ട് പോലും ഈ കണ്ണാപ്പിക്ക് ഇപ്പൊ ഒരു ബന്ധവുമില്ല. ഞാൻ ഇപ്പോഴേ പറയണ കാർലോ. അതെ ഗ്യാങ് ലിസ്റ്റിൽ പുറത്തിടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആളാണ് അവൻ. അവനുമായിട്ടുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് ദയവേത് പറയുന്നത്. എനിക്ക് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് അതുകൊണ്ടാ. സുഖമാണോ? അല്ല മറ്റേ ലോകത്തുള്ള. ഇപ്പോഴാണ് മനസ്സിലായത്. ഹലോ 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 മാമൻ. ഹലോ ഹലോ. സുഖമായിട്ടിരിക്കണം. ഓ അതെ അതെ അതെ. ഇപ്പൊ സിറ്റിയിലൊന്നും അധികം വരാറില്ല. ഇല്ല, ഞാന് എന്റെ കൈയും പിന്നെ അതിന് മറ്റേ പുള്ളിയുടെ റിയൽ ലൈഫിൽ ഒരു ലുക്ക് ഉണ്ടല്ലേ പുള്ളിക്ക് ഇതിനകത്തും. ഓക്കെ മനസ്സിലായി. വെല്ല സെറ്റല്ലേ?
ആ അതല്ലേ വെറുതെ പിന്നെ വാസു അപ്പാപ്പന്റെ കൂടെ വേറെ ആരോ രണ്ടുപേരുണ്ടായിരുന്നു. അവരുടെ പേരെനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ ഒരാളെ കിട്ടിയില്ലേ, ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം. ബാക്കി ടി വി തന്നെയാ, ടി വി ആണ്. അപ്പാപ്പന്റെ അതെ അതെ, എന്റെ പറമ്പിലെ കോഴികൾ തന്നെയാണ്, ഞാൻ പിടിച്ചോളാം. അപ്പൊ ഞാൻ കാർലോ പറഞ്ഞത് മനസ്സിൽ വിചാരിക്കല്ലേ, ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞു അറിയാതെ കുട്ടിയെ അറിയാതെ പറ്റിപ്പോയത്. പിന്നെ കാർലോ അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാനൊരു ഉമ്മ ചോദിച്ചായിരുന്നു, ക്ഷമിക്കണമെന്ന് പറയണം കേട്ടോ. ഓക്കെ. എന്നിട്ട് എങ്ങനെയാ അത് വന്ന് രക്ഷപ്പെട്ടു? എങ്ങനെയാ അത് തീർന്നിട്ട്? ഇല്ല, ഉമ്മ തന്നില്ല. അത് സോളമായപ്പോ തന്നെ അത് അപ്പോഴത്തേക്കും സബ്ജക്ട് മാറ്റി. അപ്പൊ തന്നെ എല്ലാവരും വന്നു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് ഓടണതിന്റെ ഇടയില് തെറിച്ച് ഒരു സ്വിമ്മിംഗ് പൂളിൽ വീണു. അതിന് ഞാൻ എണീറ്റ് ഓടി ഒരു ചെടിയുടെ ഇടയിൽ ഇരുന്ന് പിന്നെ നോക്കുമ്പോ ആരും കാണത്തില്ല. അപ്പൊ അമ്മുകുട്ടിയൊക്കെ ഉപേക്ഷിച്ചല്ലേ? കാർലോ വിചാരിച്ചേ എവിടെ ഉണ്ടെന്നെങ്കിലും ഒരു വിവരം പറഞ്ഞാൽ മതി, ഞാൻ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചോളാം. വിവരം പറയാനായിട്ട് ഒന്നും പറഞ്ഞില്ല, പോയി ഒരു എല്ലാരും അങ്ങനെയാ, തിന്നേ ഇല്ല തീറ്റിക്കേ ഇല്ല. അല്ല വാസന്റെ എലിക്കൊക്കെ സുഖല്ലേ? ഈ എലിയെ പറ്റിയ പൂച്ചയെ പറ്റിയോ എന്റെ അടുത്ത് ചോദിക്കരുത് പ്ലീസ്. എലി വിദ്യാലയത്തില് വാസന്റെ ഫോട്ടോ ഒക്കെ കണ്ടു. അതൊക്കെ നാട്ടുകാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിട്ട് ഓരോന്നും ചെയ്തു വെക്കണതാണ്, മനസ്സിലായ? അതിന്റെ ഫ്രണ്ടിൽ ഒരു ഡെസ്ക്ടോപ്പ് കണ്ടല്ലോ. ഇതെല്ലാം കള്ളത്തരമല്ലേ? ഈ അനാവശ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, അധിക സ്നേഹം കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ പേടിക്കണം, മനസ്സിലായ? ഇപ്പൊ തക്കുടൂനോടുള്ള സ്നേഹം കാണിക്കണത് ഇങ്ങനെ ബസ് സ്റ്റോപ്പ് പണിതിട്ടൊക്കെയാണോ? അല്ലല്ലോ. മരിച്ചിട്ടല്ലേ ഇതൊക്കെ സ്മാരകം പണിയണത്? അവളുടെ മനസ്സിൽ ചത്തു, മനസ്സിലായ? അതാണ് സത്യം. അതാണ് അവളുടെ മനസ്സിൽ ഞാൻ ചത്തു. അവളെ ഇങ്ങനെ ഇതിന്റെ പേരിൽ കാണിക്കുന്ന ഷോ ഓഫ് ആണ് ഇതൊക്കെ എനിക്ക് ക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നണത്. ചോദിക്കുമ്പോ പറയണത് പിന്നെ സ്നേഹത്തിന്റെ പേരിലാണെന്ന്. കുക്കുടു സ്നേഹം കാണിക്കണത് എക്സ്പ്രസ് ചെയ്തല്ലേ, അല്ലാതെ ഇത് പാലം പണിതും വണ്ടി പണിതൊന്നും അല്ലല്ലോ. അതാണ് എനിക്ക് പിന്നെ പക്ഷേ ഓരോരുത്തരും സ്നേഹം കാണിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവുമല്ലോ. എന്റെ പൊന്നു കുക്കുടു, ഇതൊക്കെ ടാക്സ് കെട്ടിക്കുള്ള പരിപാടിയല്ലേ സിറ്റിയിലെ? എന്തേലും ഒക്കെ പണിതിട്ടുണ്ടേ. പിന്നെ അല്ലാതെ ഇതൊക്കെ ചാരിറ്റിക്ക് ഇവിടെ ടാക്സ് ഇല്ല. എന്നിട്ട് അവള് പറഞ്ഞ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് സേവനത്തിന് വേണ്ടിട്ട് ഇത് ഇത്രയും വലിയ കച്ചവടമല്ലേ അവിടെ നടക്കുന്നത്? സ്കൂള് പോലൊരു കച്ചവടം വേറെ ഉണ്ടോ? എല്ലാരും വരൂലേ, അതിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. പിന്നെ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ എന്റെ അടുത്ത് എലിയെ പറ്റിയൊക്കെ ചോദിച്ചാൽ ഞാൻ നല്ല അഭിപ്രായം പറയുമോ കുക്കുടു? പിന്നെ വാസു ഇന്നലെ കൺമണി വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, ആ ഒരു അണ്ടി കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞു. ഇതിപ്പോ കുരുവാണ് കാർലോ. എനിക്ക് ഈ സിറ്റിയില് എല്ലാ കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ ഈ സമയത്തൊക്കെ എങ്ങനെയാ വരണേന്ന്. 1.5 വർഷത്തിന് ശേഷം വീണ്ടും വന്ന് ഇപ്പൊ 50 കോടി കൊടുക്കണോന്ന് പറഞ്ഞിരിക്കണം നടക്കണത്. ഇന്നലെ വന്നിട്ട് പറഞ്ഞു, മറ്റേ എന്റെ അടുത്ത് പറഞ്ഞു അണ്ടി ഫാക്ടറി വരണേ, ഒറ്റയ്ക്ക് വരണേന്നൊക്കെ. എന്താ സംഭവം പോലെ അങ്ങനെ ഒരു വർത്താനം വാസു അറിയരുതെന്ന് പറഞ്ഞു. അതും പറഞ്ഞു. ഞാൻ ഒരാഴ്ചയായിട്ട് അണ്ടി ഫാക്ടറി പോയിട്ടില്ല. ഇന്നലെ പറയും ചെയ്തു, വാസു അറിയരുത് അല്ലാണ്ട് വരണേന്നൊക്കെ പറഞ്ഞു. കുക്കുടു തിരുമറി നടക്കുന്നത് എന്റെ അടുത്തല്ല, കുക്കുടു കാർലോയോട് പറ. കാർലോയെ വിളിച്ചത് ഒറ്റയ്ക്ക് അല്ല, കുക്കുടിനെ മുന്നേ വെച്ചിട്ടാണ് വിളിച്ചത്. ആണോ? നിങ്ങള് ഒരു ദിവസം പോയി നമ്മുടെ ഗ്യാസ് ഒക്കെ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം. നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യുവാണ്. ഉദ്ഘാടനത്തിന് ഞാൻ എന്തായാലും വിളിക്കാം. പണി നടക്കുന്നതേ ഉള്ളൂ. ഫൗണ്ടേഷൻ ഒക്കെ കെട്ടി കുറച്ച് വലുതായിട്ട് പണിയാണ്. ഇപ്പൊ പണിതുകൊണ്ടിരിക്കണതേ ഉള്ളൂ നമ്മള്. അതെ അതെ, മിസ്റ്റർ എക്സ് നമ്മുടെ പാർട്ട്നേഴ്സാ. ഓ, മിസ്റ്റർ എക്സിന്റെ കൂടെ നമ്മൾ പാർട്ട്ണർഷിപ്പിലാണ് ഇത് തുടങ്ങണത്. പണിക്കാരെ ആവശ്യമുണ്ടോ ഈ ചേട്ടന് ജോയിൻ ചെയ്യാൻ? നമ്മള് പണിക്കാരെയൊക്കെ എടുക്കുന്നതേ ഉള്ളൂ, എടുത്തോണ്ടിരിക്കണതേ ഉള്ളൂ. ചേട്ടാ വേണമെങ്കിൽ നിങ്ങളുടെ CV ഒക്കെ അയച്ചിട്ടോ, ഒരു പണിക്കാരെ എടുക്കുമ്പോ വിളിക്കായിരിക്കും. ഓ, ഉറപ്പായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും.
അയ്യോ ഞാൻ പെട്ടെന്ന് ബംഗാളി അപ്പൊ നിങ്ങളുടെ റൊമാൻസ് നടക്കട്ടെ, തക്കടും കുക്കടും കൂടെ നടക്കട്ടെ, നന്നായി വരും. അതാ നന്നായി അതെ അതെ, പോയിട്ട് വരാട്ടോ കാരണം, പോയിട്ട് വരാം. ഈശ്വര എന്നും ഇത് ഇങ്ങനെ തന്നെ കാണണേ. ഓ എന്തോ ഇല്ല ആ നന്ദുക്കുട്ടാ, ഇട സുഖമല്ലേടാ നിനക്ക്? എടാ ഇപ്പൊ എപ്പോ ഫോൺ എടുത്താലും ഞാൻ ഇങ്ങനെ ഓർക്കും, ഞാൻ എന്റെ ഫോൺ അൺലോക്ക് ചെയ്യുന്നത് തന്നെ നന്ദുക്കുട്ടൻ ഇങ്ങനെ പറഞ്ഞാണ്. ഈ മൈര് ഫോൺ ഓഫായി, ഇതുപോലൊരു കുണ്ണ ഫോൺ നമ്പർ. ഒരു മിനിറ്റ് ചാർജ് ചെയ്യട്ടെ. ഇല്ല ഇതാണ് നമുക്ക് നമ്പർ തന്ന നന്ദുക്കുട്ടൻ, 3333. അവന്റെ അത്രയും നല്ല മനസ്സായണ്ടല്ലോടാ നമുക്ക് തന്നത്, അല്ലേ അത് അവൻ തന്നെ എടുക്കൂലായിരുന്നു. ഇവന് സിറ്റിയിൽ പെർമനന്റ് ബാൻ അടിപ്പിക്കാൻ വെച്ചിരുന്നായിരുന്നു ഞാൻ, അതിനു മുമ്പ് അവൻ തന്നു. നമ്മളങ്ങനെ ചെയ്യുമോ തോന്നുന്നുണ്ടോ? റിവലറി ഒന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളെ അല്ല. നമ്മളൊക്കെ വയലൻസ് ഒന്നുമല്ല. നമ്മൾ ഏറ്റവും പീസ്ഫുൾ ആയിട്ട് ഇപ്പൊ ഈ സിറ്റിയിൽ നടക്കുന്നത് ഞാനും എന്റെ പിള്ളേരും മാത്രമാണ്. ഞാനും ജീവിയിലെ പിള്ളേരും മാത്രം.